മൂന്നാം മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാനിരിക്കെ ഇപ്പോൾ എൻ.സി.പിയിൽ വലിയ അതൃപ്തി മന്ത്രിസഭയിലേക്കില്ലെന്ന് എൻ.സി.പി വ്യക്തമാക്കി. എൻ.സി.പി അജിത് പവാർ പക്ഷത്തിന് മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിലാണ് അതൃപ്തി. ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യം ബി.ജെ.പി അംഗീകരിച്ചില്ല. മന്ത്രിസഭയിൽ ചേരാനില്ലെന്ന് പ്രഫുൽ പട്ടേൽ. മന്ത്രിസ്ഥാനത്തെ ചൊല്ലി അജിത് പവാർ പക്ഷത്തും ചേരിതിരിവുണ്ട്. മന്ത്രിസഭാ വികസനത്തിൽ പരിഗണിക്കാമെന്നും സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിസ്ഥാനം നൽകാമെന്നുമാണ് ബി.ജെ.പി പറഞ്ഞത്. ഏതായാലും എൻ.സി.പിയിൽ കടുത്ത അതൃപ്തി വരികയാണ്. വിഷ്ണു ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ? ബിനു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇപ്പോൾ വലിയ തലത്തിലുള്ള ഒരു കല്ലുകടി തന്നെയാണ് മൂന്നാം മോദി സർക്കാർ നേരിടുന്നത്. കാരണം എൻ.സി.പി അജിത് പവാർ പക്ഷം വലിയ അതൃപ്തിയുമായിട്ടാണ് ഈ ഒരു ഘട്ടത്തിൽ രംഗത്ത് വരുന്നത്. തുടക്കം മുതൽ തന്നെ ഒരു ക്യാബിനറ്റ് പദവി വേണമെന്ന ആവശ്യം അജിത് പവാർ പക്ഷം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത് അംഗീകരിക്കാൻ ബി.ജെ.പി തയ്യാറാവാത്തതോടെയാണ് വലിയ തരത്തിലുള്ള അതൃപ്തി അല്ലെങ്കിൽ കല്ലുകടിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. പ്രത്യേകിച്ച് നിലവിലത്തെ സാഹചര്യത്തിൽ ബി.ജെ.പി പറയുന്നത് ഇവരുടെ അതായത് എൻ.സി.പി അജിത് പവാർ പക്ഷത്തിൻ്റെ മന്ത്രിസ്ഥാനം അത് മന്ത്രിസഭാ വികസനത്തിൽ മാത്രം നമുക്ക് ആലോചിക്കാമെന്നൊരു കാര്യമാണ് ബി.ജെ.പി മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ ക്യാബിനറ്റ് പദവി നൽകാൻ കഴിയുകയില്ല. പകരം സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിസ്ഥാനം അത്തരത്തിലൊരു സഹമന്ത്രിസ്ഥാനം അജിത് പവാർ പക്ഷത്തിന് നൽകാമെന്ന നിലപാടാണ് ബി.ജെ.പി മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അത് അംഗീകരിക്കാൻ എൻ.സി.പി അജിത് പവാർ പക്ഷം തയ്യാറല്ല. എന്തായാലും ക്യാബിനറ്റ് പദവി ലഭിക്കാത്ത സാഹചര്യത്തിൽ മൂന്നാം മന്ത്രി നരേന്ദ്രമോദി സർക്കാരിൽ ഒരു അംഗമാകാനില്ല, മന്ത്രിയാകാൻ ഇല്ല എന്നതാണ് ഇപ്പോൾ അജിത് പവാർ പക്ഷം വ്യക്തമാക്കുന്നത്. അതിനിടയിൽ എൻ.സി.പി അജിത് പവാർ പക്ഷത്തിനകത്തും ചില ചേരിതിരിവുകൾ ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം വേണമെന്നൊരു ആവശ്യത്തെ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ചിലർ എതിർക്കുന്ന സാഹചര്യമുണ്ട്. സുനിൽ തത്കറയുടെ പക്ഷത്തു നിന്നുമാണ് അജിത് പവാർ പക്ഷത്തിൻ്റെ ഈ ഒരു ആവശ്യം, അതായത് ക്യാബിനറ്റ് പദവി വേണമെന്ന ആവശ്യത്തെ അജിത് പവാർ പക്ഷത്തിൽ നിന്ന് തന്നെ സുനിൽ തത്കറെ വിഭാഗം എതിർക്കുന്ന സാഹചര്യമുണ്ടാകുന്നത്. എന്തായാലും ഇപ്പോൾ പ്രഫുൽ പട്ടേൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. പ്രഫുൽ പട്ടേൽ പറയുന്നത് മാധ്യമങ്ങളെ കാണുന്നു. രാജ്നാഥ് സിംഗ് ജി, अमित भाई और नड्डा जी, इनके साथ एक हमारी मीटिंग भी हुई. हमारे थोड़े बहुत महाराष्ट्र के जो लोकसभा के चुनाव हुए हैं, पूरे देश में हुए, लेकिन महाराष्ट्र के बारे में ये रिजल्ट ऐसा क्यों आया उसके बारे में थोड़ी बहुत चर्चा हुई. और तब मैंने उनको रिक्वेस्ट की थी कि हमारे आज लोकसभा का एक मेंबर है और राज्यसभा का एक मेंबर है, लेकिन വിഷ്ണു, ഇപ്പോൾ സ്വാഭാവികമായും ഇനി മണിക്കൂറുകൾ വളരെ കുറച്ച് സമയം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ സമയത്ത് തന്നെ വലിയ കല്ലുകടി ആദ്യം മുതൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ മൂന്നാം മോദി സർക്കാരിന് വലിയ വെല്ലുവിളികൾ തന്നെ നേരിടേണ്ടി വരും. അതിൻ്റെ ആദ്യ പടിയായിട്ടാണ് ഇപ്പോൾ ഈ എൻ.സി.പിയുടെ ഇത്തരത്തിലുള്ള നടപടി. ഇനി വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഒരുപാട് കടമ്പകൾ എൻ.ഡി.എയെ സംബന്ധിച്ചിടത്തോളം, ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം, മോദിയെ സംബന്ധിച്ചിടത്തോളം കടക്കേണ്ടതുണ്ട്. തുടരാം. ബിനു, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ എൻ.സി.പി നേതാവ് പ്രഫുൽ പട്ടേൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇത്തരത്തിലൊരു സഹമന്ത്രിസ്ഥാനം, സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിസ്ഥാനം നൽകാമെന്ന ഒരു വാഗ്ദാനം ബി.ജെ.പി മുന്നോട്ട് വെച്ചത് എന്നതാണ്. പക്ഷേ നേരത്തെ ബി.ജെ.പി വാഗ്ദാനം ചെയ്തത് ഒരു ക്യാബിനറ്റ് പദവിയായിരുന്നു. പക്ഷേ നിലവിൽ ആ ക്യാബിനറ്റ് പദവി തരാൻ കഴിയുകയില്ലെന്നും ഇത്തരത്തിൽ സഹമന്ത്രിസ്ഥാനത്തിലേക്ക് ആ ഒരു സഹമന്ത്രിസ്ഥാനം തരാമെന്ന് പറയുന്നത് പാർട്ടിയെ തന്നെ ഇകഴ്ത്തി കാട്ടുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ മന്ത്രിസഭയിൽ അംഗമാകാനില്ല എന്നൊരു നിലപാടിലേക്കാണ് എൻ.സി.പി അജിത് പവാർ പക്ഷം എത്തിയിരിക്കുന്നത്. ഇതാണിപ്പോൾ പ്രഫുൽ പട്ടേൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരിക്കുന്നത്. അജിത് പവാറും ഇതേ ഒരു നിലപാടിലേക്ക് എത്തുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെയാണ് ഈ ഒരു ബി.ജെ.പി അല്ലെങ്കിൽ മോദി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരുമ്പോൾ നമുക്കറിയാം നെഹ്റു 3 തവണ അധികാരത്തിലേക്ക് എത്തുന്നു. അതിനുശേഷം ആദ്യമായിട്ടാണ് മറ്റൊരു സർക്കാർ തുടർച്ചയായി 3-ാം തവണ അധികാരത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പക്ഷേ അത്തരത്തിൽ ശരി, വ്യക്തമാണ്. ഏതായാലും കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. മൂന്നാം മോദി സർക്കാരിനെ സംബന്ധിച്ച് കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളികൾ തന്നെയാണ്. വിഷ്ണു തലവൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.